നമസ്കാരം. എൻ്റെ പേര് രാഹുൽ. ഞാൻ UK-ൽ ഒരു 18 വർഷം സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്ത ആളാണ്. 2001 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു ഇന്ത്യക്കാരന് കൊടുക്കുന്ന ഒരു സ്കോളർഷിപ്പ് ലഭിച്ച് UK പോയി പഠിക്കുവാനും അവിടെ ഒരു കരിയർ ഉണ്ടാക്കാനും സാധിച്ചൊരു വ്യക്തിയാണ്. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വെറും സാധാരണക്കാരനായ എനിക്ക് 20-22 വർഷങ്ങൾക്ക് മുമ്പ് UK ഗവൺമെൻറ് ഒരു ഇന്ത്യക്കാരന് കൊടുക്കുന്ന സ്കോളർഷിപ്പ് എങ്ങനെ ലഭിച്ചുവെന്നും അങ്ങനെയുള്ള സ്കോളർഷിപ്പോട് കൂടി നിങ്ങൾക്ക് എങ്ങനെ പുറത്തു പോയി പഠിക്കാം എന്നുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കത്തിലാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ പലപ്പോഴും പല കുട്ടികൾക്കും അറിവില്ലാത്ത കാര്യങ്ങളാണ്. കാരണം നിങ്ങൾക്കറിയാം, നമ്മൾ പുറത്തു പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിലുള്ള ഏക ചോയ്സ് എന്ന് പറയുന്നത് പുറത്തുള്ള സ്റ്റഡി അബ്രോഡ് ഏജൻസികളാണ്. നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും സഹായത്തിനുമായിട്ട് അവർ മാത്രമേ നമ്മുടെ അടുത്തുള്ളൂ. അവരുടെ സഹായമാണ് നമ്മൾ തേടുന്നത് പ്രധാനമായിട്ടും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പങ്കുവെക്കാനുള്ളത്. ഒന്ന്, നമ്മുടെ സ്റ്റഡി അബ്രോഡ് ഏജൻസികൾ എന്ന് പറയുന്നത് അതൊരു ബിസിനസ്സാണ്. അപ്പം എല്ലാ ബിസിനസ്സിനും പോലെ തന്നെ ന്യായമായിട്ടൊരു ലാഭം അതിനും വേണം. അപ്പോൾ അവർ കമ്മീഷൻ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും ഇതിനകത്തൊരു അപകടം സംഭവിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റി ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. ഏജൻസികൾക്ക് ടൈപ്പുള്ള യൂണിവേഴ്സിറ്റികളാണ് അവർ നമുക്ക് റെക്കമെൻഡ് ചെയ്യുള്ളൂ. ആ യൂണിവേഴ്സിറ്റി പോയാൽ അവർക്ക് കമ്മീഷൻ കിട്ടുള്ളൂ. അപ്പോൾ പുറത്തു പോകാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികൾ, നിങ്ങൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ നല്ലൊരു യൂണിവേഴ്സിറ്റി കണ്ടെത്താം എന്നൊരു ചോദ്യമുണ്ട്. ആരോട് ചോദിച്ചറിയാൻ പറ്റും നല്ലൊരു യൂണിവേഴ്സിറ്റി? അതിന് നിങ്ങൾ പരിഗണിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് QS റാങ്കിങ് എന്ന് പറയും. ലോകത്തുള്ള എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും റാങ്കിങ് കൊടുക്കുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് അതോറിറ്റിയാണ് QS റാങ്കിങ്. ഈ QS റാങ്കിങ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ യൂണിവേഴ്സിറ്റിയുടെയും എംപ്ലോയബിലിറ്റി ബേസ് ചെയ്തിട്ട് കൊടുക്കുന്ന റാങ്കിങ് ആണ് QS റാങ്കിങ്. എംപ്ലോയബിലിറ്റി എന്ന് പറയുന്ന വാക്ക് അതൊരു കോമൺ വേർഡാണ്. അത് നമ്മുടെ നാട്ടിൽ പല രീതിയിലാണ് അത് ഉപയോഗിക്കുന്നത്. എംപ്ലോയബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം, നമ്മൾ ഏത് സബ്ജക്റ്റാണ് പഠിക്കുന്നത് ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ജോലി കിട്ടണം. ഞാൻ പഠിക്കുന്ന സബ്ജക്റ്റിൽ തന്നെ എനിക്ക് ജോലി കിട്ടുമ്പോൾ അതിന് പറയുന്ന പേരാണ് എംപ്ലോയബിലിറ്റി. അപ്പോൾ QS റാങ്കിങ് എന്ന് പറയുന്നത് എംപ്ലോയബിലിറ്റിയുടെ ഒരു അളവുകോലാണ്. അപ്പം നല്ല റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്താൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇവിടുന്ന് കയറിപ്പോകുന്ന ഒത്തിരിയേറെ കുട്ടികൾക്ക് ജോലി കിട്ടാതെ പോകുന്നത്. കാരണം അവർ ഏജൻസികളെ അപ്രോച്ച് ചെയ്യുന്നു, ഏജൻസികൾ പറയുന്ന യൂണിവേഴ്സിറ്റികളെ സെലക്ട് ചെയ്യുന്നു. ആ യൂണിവേഴ്സിറ്റികൾ പലപ്പോഴും QS റാങ്കിങ്ങിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന യൂണിവേഴ്സിറ്റികളായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി പഠിച്ച സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും, ജോലി സാധ്യത വളരെ കുറവാണ്. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വെറുതെ ഗൂഗിൾ എടുത്തിട്ട് QS റാങ്കിങ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് സകല ഇൻഫർമേഷനും കിട്ടും. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും റാങ്കിങ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓരോ സബ്ജക്റ്റ് വൈസ് റാങ്കിങ്ങും അറിയാം. ഫോർ എക്സാമ്പിൾ, കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചൊരു കുട്ടിക്ക് ലോകത്തിലെ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് QS റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റികൾ ഏതാണെന്നുള്ളത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒത്തിരി ഫേക്ക് വെബ്സൈറ്റ്സുകളുണ്ട്. QS റാങ്കിങ് എന്ന് കൊടുക്കുമ്പോൾ തന്നെ 10-15 ഫേക്ക് വെബ്സൈറ്റ്സുകൾ വരാം. അത് നിങ്ങൾ അതിൽ വഞ്ചിതരാകരുത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് topuniversities.com എന്നൊരു സൈറ്റ് ഉണ്ട്, അവിടെയാണ് നിങ്ങൾ പോകേണ്ടത്. അപ്പം ഞാൻ പ്രധാനമായിട്ടും നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഇതൊന്നുമല്ല, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പുറത്തു പോയി പഠിക്കാനുള്ള മിനിമം ഫീസിൽ ഫീസ് ഇല്ലാണ്ട് പഠിക്കാനുള്ള 3 ഓപ്ഷനുകളുണ്ട്. ആ ഓപ്ഷനുകളെക്കുറിച്ച് പറയാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. 3 രീതിയിൽ ഒരു കുട്ടിക്ക് പുറത്തു പോയി ഫ്രീ ആയിട്ട് പഠിക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് സ്പോൺസേഡ് സ്കോളർഷിപ്പ്. ഫോറിൻ ഗവൺമെൻറ്റുകൾ ഓരോ കൊല്ലവും ഇന്ത്യയിലെ സ്റ്റുഡൻസിന് ആ രാജ്യങ്ങളിൽ പോയി പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാൻ, ബാച്ചിലേഴ്സ് പഠിക്കാനൊക്കെ ആയിട്ട് സ്കോളർഷിപ്പ് കൊടുക്കും. ഈ സ്കോളർഷിപ്പിൻ്റെ ഒരു പ്രത്യേകത, ഇത് നിങ്ങളുടെ ട്യൂഷൻ ഫീസ് കവർ ചെയ്യും, ലിവിങ് എക്സ്പെൻസ് കവർ ചെയ്യും, ഫ്ലൈറ്റ് ടിക്കറ്റ് തരും. അപ്പോൾ A to Z ചിലവുകൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഈ സ്കോളർഷിപ്പിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി അങ്ങനെ കൊടുക്കുന്ന സ്കോളർഷിപ്പുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, UK ഗവൺമെൻറ് കൊടുക്കുന്ന സ്കോളർഷിപ്പുണ്ട്, ഓസ്ട്രേലിയൻ ഗവൺമെൻറ് കൊടുക്കുന്ന സ്കോളർഷിപ്പുണ്ട്, ഇറ്റാലിയൻ ഗവൺമെൻറ്, ഫ്രഞ്ച് ഗവൺമെൻറ്, അമേരിക്കൻ ഗവൺമെൻറ്, റൊമേനിയൻ ഗവൺമെൻറ്, ഹംഗേറിയൻ ഗവൺമെൻറ്, ന്യൂസിലൻഡ് ഗവൺമെൻറ്. എല്ലാ കൊല്ലവും ഒരു ഫിക്സ്ഡ് നമ്പർ ഓഫ് ഇന്ത്യൻ സ്റ്റുഡൻസിന് ഈ സ്കോളർഷിപ്പുകൾ അവൈലബിൾ ആണ്. പലപ്പോഴും ഈ സ്കോളർഷിപ്പുകൾ ആരും അറിയുന്നില്ല, അത് അപ്ലൈ ചെയ്യാതെ പോകുന്നുമുണ്ട്. ഇനി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് ഗവൺമെൻറ് സ്കോളർഷിപ്പാണ്.
അപ്പോൾ അതിന് അപ്ലൈ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു മെറിറ്റ് വേണം. ഗവൺമെൻറ് സ്കോളർഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം ഏത് സബ്ജക്റ്റ് ആയാലും പ്രശ്നമല്ല, പക്ഷേ ആ സബ്ജക്റ്റിൽ മിനിമം ഒരു 90% മാർക്കെങ്കിലും വേണം ഗവൺമെൻറ് സ്കോളർഷിപ്പ് കിട്ടി പോകണമെന്നുണ്ടെങ്കിൽ. രണ്ടാമത്തെ കാറ്റഗറി സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റികൾ തരുന്ന സ്കോളർഷിപ്പുകളാണ്. ലോകത്തിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ ട്യൂഷൻ ഫീസ് സ്കോളർഷിപ്പായിട്ട് തരും. അത് ചിലപ്പോൾ ഫുള്ളായിരിക്കാം, അല്ലെങ്കിൽ പാർഷ്യൽ ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 20 ലക്ഷം രൂപയാണ് ഒരു യൂണിവേഴ്സിറ്റിയുടെ ഫീസ് എങ്കിൽ ആ 20 ലക്ഷം കിട്ടാം, അല്ലെങ്കിൽ ചിലപ്പോൾ 10 ലക്ഷം കിട്ടാം. ഈ കാറ്റഗറി സ്കോളർഷിപ്പിൽ ലിവിങ് എക്സ്പെൻസ് നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾക്ക് കിട്ടുന്നത് ട്യൂഷൻ ഫീസ് എത്രയാണോ അത് ഫുൾ ഓർ 50% വേവർ കിട്ടും. ഇനി ഈ കാര്യം പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ളൊരു സാധ്യത, എല്ലാ സ്റ്റഡി അബ്രോഡ് ഏജൻസികളും സ്കോളർഷിപ്പ് അവൈലബിൾ ആണ് എന്നും പറഞ്ഞ് പലപ്പോഴും അഡ്വർടൈസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു 20 ലക്ഷം രൂപയാണ് ഫീസെങ്കിൽ അവർ പറയും ഈ ഫീസ് ഒരു ഡെഡ് ലൈൻ തരും, ആ ഡെഡ് ലൈനിന് മുമ്പ് നിങ്ങൾ അടച്ചു തീർത്താൽ 2 ലക്ഷം രൂപ ഡിസ്കൗണ്ട് തരും. അതിന് അവർ ഉപയോഗിക്കുന്ന വാക്ക് സ്കോളർഷിപ്പ് എന്നാണ്, പക്ഷേ യഥാർത്ഥത്തിൽ അതൊരു ഡിസ്കൗണ്ടാണ്, അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഞാൻ പറഞ്ഞ ഈ രണ്ടാമത്തെ ടൈപ്പ് യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ട്യൂഷൻ ഫീസ് എത്രയാണോ ആ ഫീസ് വേവറായിട്ട് കിട്ടുന്ന ടൈപ്പാണ് ഞാൻ പറഞ്ഞത്. അത് എല്ലാ യൂണിവേഴ്സിറ്റികളും കൊടുക്കുന്നുമില്ല. നിങ്ങൾ QS റാങ്കിങ്ങിൽ നോക്കിക്കഴിയുമ്പോൾ ടോപ്പ് റാങ്കിങ് യൂണിവേഴ്സിറ്റികൾ കിട്ടും. ആ യൂണിവേഴ്സിറ്റികളിൽ കയറി സെർച്ച് ചെയ്യുമ്പോൾ അവരുടെ സ്കോളർഷിപ്സ് എത്രമാത്രം അവൈലബിൾ ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് പബ്ലിക് ഫണ്ടഡ് യൂണിവേഴ്സിറ്റികൾ എന്ന് പറയും. പബ്ലിക് ഫണ്ടഡ് യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞാൽ അത് ഗവൺമെൻറ് ഫണ്ടിങ്ങോടുകൂടി വർക്ക് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളാണ്. അപ്പോൾ അവിടെ ട്യൂഷൻ ഫീസ് ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ മിനിമം ഫീസിൽ പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു രാജ്യമാണ് ജർമ്മനി. ജർമ്മനിയിലേക്ക് ഒത്തിരി കുട്ടികൾ ഇപ്പോൾ കയറി പോകുന്നുണ്ട്. എഡ്യൂക്കേഷൻ വൺ ഓഫ് ദ ബെസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ് ആണ്. അത് മാത്രമല്ല അതിൻ്റെ പ്രത്യേകത, അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ട്യൂഷൻ ഫീസ് ഇല്ല. അവിടെ പോയിട്ട് PG പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് PG പഠിക്കാം. ഏത് എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ആർട്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, ഏത് ഫീൽഡ് ആയിക്കോട്ടെ, ട്യൂഷൻ ഫീസ് ഇല്ലാണ്ട് നമുക്കവിടെ പഠിക്കാൻ പറ്റും. ഇനി ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വരുന്നത്, എല്ലാവരും ചിന്തിച്ചിരിക്കുന്നത് ജർമ്മനി പോയി പഠിക്കണമെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണമെന്നാണ്. ഒരിക്കലുമില്ല. ജർമ്മനി പോയിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ MA MSc ഇതൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് വേണ്ടത്. അവിടെ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. അപ്പോൾ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് മാൻഡേറ്ററി അല്ല, അത് നെസസറി അല്ല. അത് +2 കഴിഞ്ഞിട്ട് ഓസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട് ജർമ്മനിയിൽ, ഡിപ്ലോമ കോഴ്സുകൾ. അതിന് പോകുന്ന കുട്ടികൾക്കാണ് ജർമ്മൻ ലാംഗ്വേജ് കമ്പൽസറി ആയിട്ട് വേണ്ടത്. അത് പഠിപ്പിക്കുന്നത് ജർമ്മൻ ലാംഗ്വേജ് തന്നെയാണ്. അപ്പം പബ്ലിക് ഫണ്ടഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് ജർമ്മനി. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒത്തിരിയേറെ ഏജൻസികൾ ജർമ്മനിക്ക് കുട്ടികളെ കയറ്റി വിടുന്നുണ്ട്. 2-3 ലക്ഷമൊക്കെ വാങ്ങിച്ചിട്ടാണ് കയറ്റി വിടുന്നത്. ഈ ജർമ്മനി അല്ലാണ്ട് ലോകത്ത് 7 രാജ്യങ്ങൾ കൂടിയുണ്ട്. അവിടെ എല്ലാം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ മിനിമം ഫീസാണ്, അല്ലെങ്കിൽ ഫ്രീ ആണ്. ഒരു എക്സാമ്പിളാണ് ഫ്രാൻസ്. ഫ്രാൻസിൽ ഒരു കുട്ടിക്ക് പോയി പഠിക്കണമെങ്കിൽ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൂടെ ഏത് കോഴ്സ് ആയിക്കോട്ടെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഫീസ് എന്ന് പറയുന്നത് വെറും 40,000 ഇന്ത്യൻ രൂപയാണ്. 40,000 ഇന്ത്യൻ റുപ്പീസ് ഫോർ 2 ഇയർ പ്രോഗ്രാംസ്. 20,000 വീതം 2 കൊല്ലത്തേക്ക് 40,000 രൂപയെ ഫ്രാൻസിലുള്ളൂ. ഫ്രാൻസിൽ ഒത്തിരിയേറെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളാണ് അവിടെ ഉള്ളത്. അത് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഫ്രീ ആയിട്ട് പഠിക്കാം. മൂന്നാമത്തെ രാജ്യം എന്ന് പറയുന്നത് ഇറ്റലിയാണ്. ഇറ്റലി എന്ന് പറയുമ്പോൾ അവിടെ ഫീസ് വരുന്നത് 2.5 ലക്ഷം രൂപ അടുത്ത് ഫീസ് വരും, ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും. പക്ഷേ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഹാജരാക്കാമെങ്കിൽ, അതായത് നിങ്ങളുടെ വരുമാനം ഏകദേശം ഒരു 13 ലക്ഷം രൂപയുടെ താഴെയാണ് നിങ്ങളുടെ വാർഷിക വരുമാനം എന്ന് കാണിക്കാവുന്ന ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കുകയാണെങ്കിൽ ഇറ്റലിയിലും ഒരു പൈസ പോലും ഇല്ലാണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആയിട്ട് കിട്ടും. നാലാമത്തെ രാജ്യമാണ് ബെൽജിയം. ബെൽജിയത്തിലും മാക്സിമം ഫീസ് വരുന്നത് 2-2.5 ലക്ഷം രൂപയേ ഉള്ളൂ. സ്വിറ്റ്സർലൻഡിലും പഠിക്കണമെങ്കിൽ 2.25 ലക്ഷം രൂപ മതി, ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൂടെ പഠിക്കണമെങ്കിൽ. ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ബെൽജിയം, സ്വിറ്റ്സർലൻഡ്. അടുത്തൊരു രാജ്യമാണ് ഓസ്ട്രിയ. ഓസ്ട്രിയയിലും ഈ പറഞ്ഞ പോലെ 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ ചിലവിൽ നമുക്ക് മാസ്റ്റേഴ്സ് പഠിക്കാൻ പറ്റും.
അവസാനമായിട്ടൊരു രാജ്യം കൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അത് ഫിൻലൻഡാണ്. ഫിൻലൻഡിൽ ട്യൂഷൻ ഫീസ് ഇത്തിരി കൂടുതലാണ്. 10-12 ലക്ഷം രൂപ അടുത്ത് വരും. പക്ഷേ സ്കോളർഷിപ്പ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ സ്കോളർഷിപ്പിന് ശേഷം നിങ്ങൾ അടയ്ക്കേണ്ടി വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഒരു 3-4 ലക്ഷം രൂപയെ അടയ്ക്കേണ്ടി വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ 3 രീതിയിൽ മിനിമം 75% മാർക്കെങ്കിലും ഉള്ള ഒരു കുട്ടിക്ക് ഈ 3 രീതിയിൽ ലോകത്ത് ഫ്രീ ആയിട്ട് പഠിക്കാം. ഒന്നാമത്തെ രീതി ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഗവൺമെൻറ് സ്കോളർഷിപ്പോട് കൂടി പഠിക്കാം. 2 യൂണിവേഴ്സിറ്റികൾ നൽകുന്ന സ്കോളർഷിപ്പോട് കൂടി പഠിക്കാം. 3 പബ്ലിക് ഫണ്ടഡ് യൂണിവേഴ്സിറ്റി. ലോകത്തെ 8 രാജ്യങ്ങളിൽ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, അവിടെ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഓർക്കും ഇത് കിട്ടാൻ വളരെ എളുപ്പമാണോ എന്നുള്ളത്. ഇത് കിട്ടാൻ അത്ര എളുപ്പമല്ല. അതിന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു ഹാർഡ് വർക്ക് വേണം. ഇതിന് വേണ്ടത് എന്താണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് IELTS ആണ്. IELTS എന്ന് പറയുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സാമാണ്. IELTS നിർബന്ധമാണ്. IELTS ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സ്കോളർഷിപ്പിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് 1 കൊല്ലം മുന്നേ സ്റ്റാർട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 2025 ഈ കൊല്ലം മെയ് ജൂൺ മാസങ്ങളിൽ പാസ് ഔട്ട് ആകുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് 2024 അപ്ലൈ ചെയ്യണം. സ്കോളർഷിപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 കൊല്ലം മുന്നേ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇനി വരുന്ന സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇനി അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് 2026 അത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 2025 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ജൂലൈ മാസം കൊറിയ എന്ന് പറയുന്ന രാജ്യമുണ്ടല്ലോ, അവിടെ ഈ ഗവൺമെൻറ് സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. അത് 2025 ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യും. 2025 സെപ്റ്റംബറിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊടുക്കുന്ന സ്കോളർഷിപ്പുകൾ സ്റ്റാർട്ട് ചെയ്യും. 2025 ഒക്ടോബറിൽ ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പുകൾ ഓപ്പൺ ആകും. 2025 ഒക്ടോബർ നവംബർ ആകുമ്പം ഇറ്റലിയുടെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആകും. സ്വിറ്റ്സർലൻഡിൻ്റെ ഓപ്പൺ ആകും. 2025 ഡിസംബർ ആകുമ്പോൾ ഫിൻലൻഡിൻ്റെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആകും. ഇത് നമ്മൾ പഠിക്കാൻ പോണത് ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ ഫ്രീ ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ടാണ് ഇവർ ഏകദേശം 1 കൊല്ലം മുന്നേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം കുട്ടികൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഇതാണ്, നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്ലൈ ചെയ്യാം. ഒരു ഡിഗ്രി പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ 5th സെം വരെയുള്ള ആവറേജ് മാർക്ക് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതിന് മുമ്പ് തന്നെ 1st സെം തൊട്ട് 5th സെം വരെയുള്ള ടോട്ടൽ മാർക്ക് വെച്ചിട്ട് അതിൻ്റെ ബേസിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഒരു റിക്വയർമെൻറ്റ് മാത്രമേ ഉള്ളൂ, IELTS നിർബന്ധമാണ് കേട്ടോ. IELTS ഇല്ലെങ്കിൽ പല യൂണിവേഴ്സിറ്റികളും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി ഇതെല്ലാം ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളാണ്, ടോപ്പ് യൂണിവേഴ്സിറ്റികളാണ്. പഠിച്ചാൽ നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങളുടെ ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ജോലി കിട്ടുമെന്നുള്ളതും തീർച്ചയാണ്. ഇനി ഇതിനോടനുബന്ധിച്ച് ഒത്തിരിയേറെ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാം. ഇത് പലർക്കും ഒരു പുതിയ അറിവാണ്. കാരണം ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കാനുള്ള വ്യക്തികളോ ഏജൻസികളോ നമ്മുടെ നാട്ടിലില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെല്ലാം ഫീസ് ഇല്ലാണ്ട് പഠിക്കാനുള്ള ഓപ്ഷനുകളാണ്. ഫീസ് ഇല്ലാണ്ട് പഠിക്കാനുള്ള ഓപ്ഷനുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ ഒരു ഏജൻസിക്ക് അതിൽ നിന്ന് ഒരു കമ്മീഷനും കിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ അറിയാണ്ട് പോകുന്നത്. ഇപ്പോൾ ഒരു വർഷം മുന്നേ വരെ ഈ ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെയൊക്കെ സ്കോളർഷിപ്പിന് നമ്മുടെ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ ഒരു വ്യക്തി പോലും ഇല്ലായിരുന്നു. കാരണം ഇതൊരു അൺനോൺ ടെറിട്ടറി ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒത്തിരിയേറെ ഓപ്ഷൻസ് ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. പുറത്തു പോയി പഠിക്കാനുള്ള കാര്യങ്ങൾ, സ്കോളർഷിപ്പോടുകൂടി പഠിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി സ്കോളർഷിപ്പ് കിട്ടാനുള്ള വഴിയില്ല, എന്നാൽ എനിക്ക് പുറത്തു പോയി പഠിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല യൂണിവേഴ്സിറ്റികൾ QS റാങ്കിങ് നോക്കി സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഇമെയിൽ അഡ്രസ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയത്തിന് മറുപടി തരാം. ആ സമയത്ത് നമുക്കത് പരിശ്രമിക്കാം. നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ചോദിക്കുമ്പം നിങ്ങൾ ഏത് കോഴ്സാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് എത്ര % മാർക്ക് നിലവിലുണ്ട്, ഏത് രാജ്യത്തേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നും കൂടെ പറഞ്ഞിട്ട് നിങ്ങൾ സംശയങ്ങൾ ചോദിച്ചാൽ ആൻസർ തരാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ദൈവാനുഗ്രഹം നേർന്നുകൊണ്ട് താങ്ക് യു.